ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട തെക്കേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫൗമീനെ കാണാനാണ്. ഫൗമിക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫൗമിക്ക് ഒരു 16 വയസ്സുള്ളപ്പോൾ ഒന്ന് വീണിപ്പോൾ നട്ടെല്ല് പൊട്ടി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവൾ നടക്കുകയും സ്വന്തം കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഫൗമീൻ്റെ വീടാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. വാ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൗമീൻ്റെ വീട്. മാറിയിട്ട് എടുത്തു വെക്കുക, മഴ വരുന്നുണ്ട്. അതാ. അസ്സലാമലൈക്കും. ഇത് ഫൗമീൻ്റെ ഉപ്പയാണ് കേട്ടോ. ഉപ്പാൻ്റെ പേരെന്താ? നസീർ. വാ. ഇതാണ് ഉമ്മ. ഉമ്മാൻ്റെ പേര് സബൂറ അല്ലേ? ഫൗമി എവിടെ? ഫൗമി അപ്പോൾ ഇതാണ് കേട്ടോ ഫൗമി. എന്തൊക്കെ വിശേഷം? നല്ല സന്തോഷം. സുഖല്ലേ? അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? ടെൻഷൻ ഉണ്ടാ? വീഡിയോ ഒന്നും വേണ്ടില്ലല്ലോ? നമ്മൾ വീഡിയോ കാണലില്ലേ? അപ്പോൾ ഫൗമിക്ക് പറ്റിയ ഒരു വരനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം. നിങ്ങൾ എല്ലാവരും കൂടെ വെക്കണം. വല്ല ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പാ ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞോളൂ. ഒരു 16 വയസ്സുള്ളപ്പോൾ വീണതാണ് അല്ലേ? അങ്ങനെയാണ് നടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നല്ലേ? അപ്പോ പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമാണ് നടക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കുറച്ച് അങ്ങനെ തീരെ നടക്കാൻ പറ്റും. ഒരു വർഷത്തോളം നടക്കുകയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കുറെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആയുർവേദം ചെയ്ത് നമ്മുടെ തൊടുപുഴ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മാസം അവിടെ കിടത്തി ചികിത്സിച്ച് തിരുമുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഗുളിക മരുന്നും അങ്ങനെയുള്ള അതിൻ്റെതായിട്ടൊന്നും കഴിക്കുന്നില്ല. പിന്നെ വല്ല പനിയോ വല്ല വന്നാൽ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല അല്ലേ? അതെ അതെ. ഫൗമിയുടെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ് അല്ലേ? അതിപ്പോ എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷമായി ഡിവോഴ്സ് ആയിട്ടില്ല? അതിന്റെ നിയമപരമായിട്ടൊക്കെ കഴിഞ്ഞല്ലേ? കോടതി വഴിയിട്ടായിട്ട് അത് ഡിവോഴ്സ് ആയതാണ് അല്ലേ? ഫൗമിക്ക് എത്ര വയസ്സായി? 41 അല്ലേ? ഫൗമി എത്ര വരെ പഠിച്ചേ? 10ാം ക്ലാസ് ആണ് പഠിച്ചല്ലേ? 10 എക്സാം ഒറ്റക്ക് എഴുതിയതാണോ? അല്ല സ്ക്രൈബ് ആണോ? എക്സാം ഒക്കെ അത് അങ്ങനെ വേറെ വിഷയങ്ങളില്ലല്ലോ അല്ലെ? ഈ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഫൗമിക്കുള്ളത് അല്ലേ? കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ? സ്പെഷ്യൽ ഐറ്റംസ് എന്താ ഉണ്ടാക്കല്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂ. ആള് സ്മാർട്ടാണ്. ഓക്കെ. പുറത്ത് പോകുമ്പോ ഉള്ളൊരു വടി ഉപയോഗിക്കും അല്ലെ? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വടിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അല്ലെ? നിരന്ന സ്ഥലമാണെങ്കിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നടക്കാം. കുറച്ച് ഉയരം കയറും വെക്കാണ് ഒരാൾ കൈ പിടിക്കേണ്ടത് അല്ലെ? ഒരു സപ്പോർട്ട്. ഫൗമി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടാ? ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല അല്ലെ? നമ്മള് ഇവരുടെ എല്ലാം കൂടെ ഒപ്പരം പോകാനാണ്. അപ്പൊ ഫൗമിന്റെ ആദ്യ വിവാഹം ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഡിവോഴ്സ് ആയതാണ്. ഇനി ഒക്കെ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. അതിന് നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കണം. ഇപ്പോൾ 41 വയസ്സായി. അപ്പോൾ 35ാമത്തെ വയസ്സിലേനുല്ലേ ആദ്യ വിവാഹം നടന്നേ അല്ലേ? അപ്പോൾ അത് വൈകിയായിരുന്നു ആ വിവാഹം തന്നെ നടന്നിരുന്നത്. പക്ഷെ അതങ്ങനെ ഡിവോഴ്സായി. ഇനി നമുക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല. ഇത്രയും പെട്ടെന്നുള്ള കല്യാണം കഴിഞ്ഞിട്ടോളം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതിന് നിങ്ങളെല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം. ഫൗമി, എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. ഫൗമിന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോ. അതിന് കണക്കായിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താം. നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി അല്ലേ? അതെ, അതാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും കൂടെ നിക്കണം. അതെ. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കൾ. 3 മക്കള്? 3 പെൺകുട്ടികളാ. 3 പെൺകുട്ടികളാണ്. ബാക്കി 2 വിവാഹം കഴിഞ്ഞില്ല? ഇനി ഫൗമിന്റെ കൂടെയാണ് ഉള്ളത്. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. എന്നാലും ഒരു തൃശ്ശൂരിനപ്പുറം പോകാമെന്ന് നോക്കണം. അതിനിപ്പുറം കിട്ടിയ സന്തോഷം ഇല്ലേ? ഇപ്പോൾ വിധി എവിടെയാന്ന് പറയാൻ പറ്റൂലല്ലോ. അതെ, അല്ലാതെ തീരുമാനം പറയാൻ പറ്റൂല. അതുകൊണ്ട് അതെ അതെ അതെ. അപ്പൊ തൃശ്ശൂരിന്റെ വരെയുള്ള അല്ലെ? തൃശ്ശൂരിന്റെ ഇപ്പുറത്തോട്ടാണ് നമുക്ക് വേണ്ടത് അല്ലെ? തൃശ്ശൂർ ജില്ലേന്റെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള ആലോചന വരട്ടെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? ഇപ്പൊ ഫൗമിക്ക് 41 അല്ലേ ആയത്? ഒരു മാക്സിമം 48 അല്ലേ? ഒരു 6 വയസ്സിന്റെ ഒരു വ്യത്യാസം അല്ലേ? അങ്ങനെയുള്ള ആലോചനയാണ് വേണ്ടത്. അപ്പൊ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയത് ആലോചന ഒക്കെ നമ്മൾ സ്വീകരിക്കും. മക്കളുള്ള ഒരു ആലോചന സ്വീകരിക്കുവോ?
മക്കളുള്ളത് ഇപ്പൊ ഇവൾക്ക് ഭൂമി മകളില്ലാത്തതാണോ വേണ്ടത് അല്ലേ? ആ, അപ്പോൾ ബാധ്യതകൾ ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആലോചനയായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. ഉപ്പ എന്താ ചെയ്യുന്നേ? ഞാനിപ്പം ചെറുമാതിരി മീൻ കച്ചവടം. മീൻ കച്ചവടമാണ്. അപ്പോൾ ലൈനിൽ പോലാ? ആ അത് ശരി. അപ്പോൾ എവിടുന്നാ മാർക്കറ്റ് എവിടുന്ന് എടുക്കല്? ഇവിടുന്ന് പേട്ടയിൽ തന്നെ, ഇരാറ്റുപേട്ടയിൽ. പേട്ടയിലുണ്ട് അല്ലേ? ഉപ്പാക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അത് തന്നെ, ഇപ്പം നിങ്ങൾ പറഞ്ഞത് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വരിക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വിളിക്കും. എല്ലാവരെ പറ്റി നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യാം. ഓക്കെ സൗമ്യേ, വേറെന്താ പറയാനുണ്ടാ? പ്രത്യേകിച്ചൊന്നുമില്ല. സന്തോഷം. അതെ, നമുക്ക് പോക്ക് വരവിനൊക്കെ അടുത്താണെങ്കിലാണല്ലോ ഏറ്റവും സന്തോഷം അല്ലേ? അതെ അതെ അതെ, ഇൻഷാ അല്ലാ അടുത്തുനിന്ന് തന്നെ ആവട്ടെ. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല. നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ഉമ്മ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഫൗമിയും ഉമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരണം. അപ്പോൾ ഫൗമീൻ്റെ ബുദ്ധിമുട്ട് അതാണ്. അവൾക്ക് നടക്കുമ്പോൾ ഉള്ള ആ ഒരു നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു നട്ടലിൽ പൊട്ടിയിട്ട് അത് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ഇത് വെച്ചതാണ് ആ പൊട്ടിയത് നികത്തിയത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നടുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ പെയിന് കാര്യങ്ങളൊന്നും ഒരു തരത്തിലുള്ളതും ഒക്കെ വരില്ലല്ലോ അല്ലേ? അതെ, അതുപരമായിട്ട് പെയിന് കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെയാണ്. പക്ഷേ ഈ നടക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. എന്ന് വിചാരിച്ചോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയൊന്നുമല്ല. അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, കുക്കിംഗ് ചെയ്യും, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലേ? എല്ലാത്തിനും ആക്റ്റീവാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരാളുടെ കൂടെ ഒക്കെ അവൾ കൂളായിട്ട് യാത്ര ചെയ്യുക. പുറത്ത് നിന്ന് സ്റ്റിക്ക് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് തന്നെ നടക്കും. കയറ്റം കയറുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പറയത്തക്ക അങ്ങനെ വലിയൊരു വിഷയം കാര്യമൊന്നും ഇല്ല. 41 വയസ്സാണ്. അതൊരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരുപാട് വിഷമതകളിലൂടെ കടന്നുപോയ ഒരു മോളാണ്. അപ്പോൾ ഇനി അവൾക്ക് വിഷമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവളെ ഹാപ്പി ആയിട്ടുള്ളൊരു വിവാഹ ജീവിതം, മരണം വരെ അവളെ ചേർത്ത് പിടിക്കുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ജില്ല അവർ പറഞ്ഞു തൃശ്ശൂരിൻ്റെ ഇങ്ങോട്ടാണ് നമുക്ക് സന്തോഷം. ഇനിയിപ്പോൾ വേറെ ഏതോ ജില്ലയിലാണ് അവളെ മനസ്സിലാക്കുന്ന നല്ലൊരാളുള്ളതെങ്കിൽ നമുക്കതൊന്നും ഒരു വിഷയമല്ല. ഒരാളെ കണ്ടെത്തുക, അവളെ പൊന്നുപോലെ നോക്കുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. ഇവരുടെ ഫസ്റ്റ് വിവാഹം തന്നെ അവളെ കഴിഞ്ഞ 35ാമത്തെ വയസ്സിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങി പോകുമ്പോൾ ഇവർക്കൊക്കെ എത്ര വിഷമം ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് പലരും അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ചാനൽ വഴി നിങ്ങൾ അറിയിച്ചു തരികയാണ്. ഇപ്പോൾ ഇത്രയും സ്മാർട്ടായിട്ടുള്ള മക്കൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യുക, അങ്ങനെ ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുക. അത് തന്നെയാണല്ലോ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യാമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.